സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 10 SS സെക്കൻഡ് ചാപ്റ്റർ ആണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത് മധ്യവർഗം എന്ന ടോപ്പിക്ക് വരെയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ നോക്കിയത് ഫ്രാൻസിനെ പറ്റി, ഫ്രാൻസിലെ ഭരണകൂടത്തെ പറ്റി, 3 എസ്റ്റേറ്റുകളെ പറ്റി, എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതം, ഇതൊക്കെയാണ് നോക്കിയത്. നെക്സ്റ്റ് ടോപ്പിക്ക് സാമ്പത്തിക പ്രതിസന്ധി. അതായത് 1770 ഫ്രാൻസിലെ കാർഷിക രംഗത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിൽ വന്ന കുറവായിരുന്നു. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വർധനൽ വിലക്കയറ്റത്തിന് കാരണമായി തീർന്നു. 1730 1789 ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വില 60% എന്ത് ചെയ്തു, വിലക്കയറ്റമുണ്ട്. എന്നാൽ അതേസമയം ധാന്യങ്ങൾക്ക് 60% വിലക്കയറ്റമുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ കൂലി വർധനവ് 22% മാത്രമായിരുന്നു. തീറ്റപ്പുല്ലിലുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഈ പ്രശ്നം എന്ത് ചെയ്തു, പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ 1/3 കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നം ബാധിക്കാനായിട്ട് തുടങ്ങി. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ട്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വ്യാവസായിക വിപ്ലവം ബ്രിട്ടനിൽ നടന്നു. ഇത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിനാൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും കുറഞ്ഞ വിലയ്ക്ക് എത്തി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറഞ്ഞു. ഇത് പ്രധാനമായി ബാധിച്ച് കരകൗശല തൊഴിലാളി. കാരണം ഇങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫ്രാൻസിലുള്ള കരകൗശല തൊഴിലാളിക്ക് എന്തില്ലാതെ ജോലികൾ, അവർക്ക് ഇങ്ങനെ സാധനം വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അവർക്ക് അവരുടെ ജോലികൾ നഷ്ടമായി. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഓൾറെഡി കർഷകർക്ക് ബുദ്ധിമുട്ട് വന്നു, അത് കഴിഞ്ഞ് കരകൗശല തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് വന്നു. ഇവർ ഈ 2 കൂട്ടർക്കും ആരോട് വിരോധം ഉണ്ടാക്കി, ഭരണകൂടത്തോട് വലിയ വിരോധം ഉണ്ടാക്കി. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ലൂയി 16 ബാങ്കിൽ നിന്ന് വായ്പകൾ സ്വീകരിച്ചിരുന്നു. ഈ ഒരു വായ്പകൾക്ക് പകരമായി ഭരണകൂടം ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിലെ ഫ്രഞ്ച് ഗവൺമെന്റിന് ഖജനാവ് ശൂന്യമായതോടുകൂടി ഈ ബാങ്കർമാർ എന്ത് വായ്പ നൽകാൻ മടി കാണിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ മധ്യവർഗത്തിൽ വരുന്നവരാണ് ബാങ്കർമാര്, ഇവരൊക്കെ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, സമ്പത്തും ഉണ്ട്. പക്ഷേ ഫ്രഞ്ച് ഭരണകൂടം ഒരിക്കലും ഇവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് മധ്യവർഗം ആവശ്യപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നികുതി എന്ന് പറയുന്നത്. അതുവരെ പുരോഹിതന്മാർക്കും പ്രഭുക്കൾക്കും ചെറിയ നികുതി അവരെന്തെങ്കിലും അടയ്ക്കും. ബാക്കി എല്ലാ നികുതി അടയ്ക്കുന്നതും ഈ 3 എസ്റ്റേറ്റിൽ വരുന്ന സാധാരണക്കാർ, അതിൽ വരുന്നതാണ് ഈ മധ്യവർഗം എന്ന് പറയുന്നത്, ബാങ്കർമാർ, ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പൊ നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന ആ ഒരു അസമത്വം ബാങ്കർമാർ അടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാവാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ് ചിന്തകരുടെ സ്വാധീനം. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ട് കൊണ്ടിരുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു സമയത്ത് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ചിന്തകർ എന്ത് ചെയ്തു, ജനങ്ങളിലേക്ക് അവരുടെ അവസ്ഥയെപ്പറ്റി അവർക്ക് ബോധം നൽകി. അതുകൂടാതെ തന്നെ ഫ്രഞ്ച് ഭരണകൂടത്തിനെ പ്രതികരിക്കാൻ വേണ്ടി ശക്തിയും ജനങ്ങൾക്ക് നൽകി, ഈ ചിന്തകരുടെ ആശയങ്ങൾ നൽകി. ഇനി ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ചിന്തകരെ നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ വോൾട്ടെയർ ആണ്, രണ്ടാമത്തെ ആള് റൂസോ, മൂന്നാമത് മൊണ്ടസ്ക്യൂ. അപ്പൊ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ചിന്തകർ ആരൊക്കെയായിരുന്നു? വോൾട്ടെയർ, റൂസോ, മൊണ്ടസ്ക്യൂ. വോൾട്ടെയർ തത്വചിന്തകനും ചരിത്രകാരനും ആവേശഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വോൾട്ടെയർ. അദ്ദേഹം ഒരിക്കലും ഒരു ദൈവനിഷേധി ആയിരുന്നില്ല. പക്ഷേ തൻ്റെ ലേഖനങ്ങളിലൂടെ എപ്പോഴും പുരോഹിതന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടും രചനകൾ കൊണ്ടും അദ്ദേഹം എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു? ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു.
റൂസോ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിന്റെ കൃതിയാണ് സാമൂഹിക ഉടമ്പടി, അതായത് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവ് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുന്നു എന്നേ അദ്ദേഹം വാദിച്ചു. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുന്നു ആര് വാദിച്ചു? ഇദ്ദേഹം വാദിച്ചു. റൂസോ നിലവിലുള്ള അധികാര ഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതെങ്ങനെയായിരുന്നു? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലായിരുന്നു എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. അത് നമ്മൾ ജനിക്കുന്നത് നമ്മൾ സ്വതന്ത്രനാണ്, പക്ഷേ നമ്മൾ ജനിച്ച് നമ്മൾ ഈ സമൂഹത്തിൽ എന്താണ് ഭരണകൂടത്തിന് പലപ്പോഴും നമ്മൾ എന്താണ് ഡിപ്പെൻഡഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ ഒരു സർക്കിൾ, ഒരു ചങ്ങലയിലാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? ദ സോഷ്യൽ കോൺട്രാക്റ്റ്. ഇതിൽ എന്താണ് പറയുന്നത്? വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. കൂടാതെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. അടുത്ത പ്രധാനപ്പെട്ട ചിന്തകനാണ് മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യം എന്ത് ചെയ്തു? വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ച അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അധികാരത്തെ 3 തരംതിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. എത്രയായിട്ട്? 3. എങ്ങനെ? നിയമനിർമ്മാണം, ഭരണനിർവഹണം ആൻഡ് നീതിന്യായം. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയുടെ പേരാണ് നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം. ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു. അപ്പൊ മൊണ്ടസ്ക്യൂയുടെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? നിയമത്തിന്റെ ആത്മാവ്, അതായത് ദ സ്പിരിറ്റ് ഓഫ് ലോ. ഇനി ഈ ഒരു പാരഗ്രാഫ്, ഇവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളെയും അദ്ദേഹത്തെ കൃതിയെയും പറ്റിയാണ്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങൾ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ്. രാജാവിന്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധിപത്യവും എന്ത് ചെയ്തു? ഈ കൃതിയിലൂടെ അദ്ദേഹം വിമർശിച്ചു, നിരാകരിച്ചു. ഇനി ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച മറ്റൊരു ഗ്രൂപ്പായിരുന്നു ഫിസിയോക്രാറ്റുകൾ. ഈ ഫിസിയോക്രാറ്റുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വിദഗ്ധരാണ്. അവയിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ടർഗോയും നെക്കറും. ഈ ടർഗോ എന്ന് പറയുന്നത് ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു. കൂടാതെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഈ ടർഗോ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കൾ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതോടുകൂടി മാക്സിമം അല്ലെങ്കിൽ അന്ന് വരെ നിലനിന്നിരുന്ന സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ എന്ത് ചെയ്തു? മെച്ചപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. അതായത് സാമ്പത്തിക പ്രതിസന്ധി മാറ്റി കൂടുതൽ ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ ഒരു പരിഷ്കരണങ്ങൾക്ക് കഴിഞ്ഞു. ഈ പരിഷ്കരണങ്ങളിലൂടെ ഒരു പരിധിവരെ ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ മാരി അന്റോയിറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് ടർഗോയും രാജ്ഞിയുമായി ശത്രുതയിലാക്കുകയും ടർഗോയ്ക്കും രാജ്ഞിയും ശത്രുതയുണ്ടായി. ഇതിലൂടെ രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് പിരിച്ചുവിട്ട് പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം അദ്ദേഹം പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിന്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെ അവസാനം ഒരു വഴിയുമില്ലാതെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? രാജാവ് നെക്കറെ തിരികെ എന്ത് ചെയ്തു? വിളിക്കാൻ നിർബന്ധിതനാവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.